ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സോവിയറ്റ് ഭരണകൂട ഭീകരതയിൽ കൊല്ലപ്പെട്ട യുക്രൈനിലെ വിശുദ്ധരുടെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വാഴ്ത്തപ്പെട്ട വാസിൽ വെലിച്കോവിസ്കി യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനും മെത്രാനുമായിരുന്നു വാസിൽ വെലിച്കോവിസ്കി. ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യങ്ങളിലെ സ്റ്റാനിസ്ലാവിൽ 1903 വാസിൽ ജനിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത വാസിൽ 1920 ലിവിലുള്ള സെമിനാരിയിൽ ചേർന്നു. 1925 ദിവ്യരക്ഷക സഭയിൽ, അതായത് റിഡംപ്റ്ററിസ്റ്റ് സഭയിൽ ചേർന്നു. വ്രതവാഗ്ദാനം നടത്തുകയും പിന്നീട് വൈദികനാവുകയും ചെയ്തു. ഒരു സന്യാസി വൈദികൻ എന്ന നിലയിൽ വാസിൽ ഓളിനിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. 1942 അദ്ദേഹം ടെർനോപ്പിൽ ആശ്രമത്തിൻ്റെ മഠാധിപതിയെ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് ഭരണകൂടം 1945 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കീവിൽ തടവിലാക്കുകയും ചെയ്തു. വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് 10 വർഷത്തെ കഠിന തടവായി അത് കുറച്ചു കൊടുത്തു. 1955 ജയിൽ മോചിതനായ വാസിൽ ലിവിലേക്ക് മടങ്ങുകയും 1963 മെത്രാനായി നിയമിതനാവുകയും ചെയ്തു. 1969 മതപരമായ പ്രവർത്തനങ്ങളുടെ പേരിൽ വീണ്ടും 3 വർഷം തടവിലാക്കപ്പെട്ടു. 1972 മോചിതനായ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ പുറത്ത് നാടുകടത്തപ്പെട്ടു. 1973 ജൂൺ 30 70-ാം വയസ്സിൽ കാനഡയിലെ മാനിറ്റോബയിലെ വിന്നിപ്പെഗിൽ അദ്ദേഹം മരണമടഞ്ഞു. ജയിൽവാസത്തിനിടയിൽ നേരിടേണ്ടി വന്ന ക്രൂര മർദ്ദനങ്ങളായിരുന്നു മരണകാരണം. മരണത്തിന് 30 വർഷങ്ങൾക്ക് ശേഷം വാസിലിൻ്റെ മൃതദേഹ ശരീരം കേടുകൂടാതെ കണ്ടെത്തി. 2001 വാഴ്ത്തപ്പെട്ട വാസിലിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കാനഡയിലെ മാനിറ്റോബയിലെ വിന്നിപ്പെഗിലുള്ള സെൻറ്റ് ജോസഫ്സ് ഉക്രൈൻ കത്തോലിക്ക പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. വാഴ്ത്തപ്പെട്ട ലൊറന്റിയ ഖരാസിമോവ് ഉക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിനിയായിരുന്നു. ലൊറന്റിയ 1911 അവൾ ജനിച്ചത്. 1931 സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് എന്ന സന്യാസ സഭയിൽ പ്രവേശിച്ച അവൾ 1933 പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. കത്തോലിക്ക വിശ്വാസം തള്ളിപ്പറയാഞ്ഞതിനാൽ സോവിയറ്റ് ഭരണകൂടം ലൊറന്റിയെ 1951 അറസ്റ്റ് ചെയ്യുകയും ബോറിസ്ലാവിലേക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് സൈബീരിയയിലെ ടോംസ്കിലേക്ക് നാടുകടത്തി. നിരന്തര പീഡനങ്ങളുടെ ഫലമായി അവൾക്ക് ക്ഷയരോഗം പിടിപെടുകയും 1952 ജൂൺ 30 മരണമടയുകയും ചെയ്തു. കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളിൽ ഒരാളായി സിസ്റ്റർ ലൊറന്റിയെ ആദരിക്കുന്നു. 2001 ജൂൺ 27-ാം തീയതി ജോൺ പോൾ II മാർപ്പാപ്പ ലൊറന്റിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട ഒളോഡിമയർ പ്രിയാമ പടിഞ്ഞാറൻ യുക്രൈനിലെ സ്ട്രാത്ത് എന്ന ഗ്രാമത്തിൽ 1906 ജൂലൈയിലായിരുന്നു ഒളോഡിമിയറിൻ്റെ ജന്മം. ഒരു ആരാധനാക്രമ സംഗീതജ്ഞനായി പരിശീലനം നേടിയ ഒളോഡിമയർ സ്വന്തം ഗ്രാമത്തിലെ ഇടവകയിൽ ഗായക സംഘ നേതാവായിരുന്നു. വിവാഹിതനും 2 കൊച്ചുകുട്ടികളുടെ പിതാവുമായ ഒളോഡിമയറിനെയും മൈക്കോള കോൺറാഡ് എന്ന വൈദികനെയും 1941 ജൂൺ 26 തങ്ങളുടെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു വനപാതയിലൂടെ നടക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഏജന്റുമാർ പിടികൂടി. രോഗിയായ ഒരു ഗ്രീക്ക് ഒരു സ്ത്രീക്ക് രോഗീലേപനവും വിശുദ്ധ കുർബാനയും നൽകി തിരികെ വരുമ്പോഴായിരുന്നു സോവിയറ്റ് ചാരന്മാർ അവരെ പിടികൂടിയത്. തിരികെ എത്താത്തതിനാൽ ഗ്രാമവാസികൾ ഒളോഡിമയറിനെയും ഫാദർ മൈക്കോളോയെയും തിരക്കിയിറങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം അവരുടെ മൃതദേഹം കാട്ടിൽ നിന്ന് കണ്ടെത്തി. ഒളോഡിമയറിൻ്റെ നെഞ്ചിൽ ഒരു ബയണറ്റ് കുത്തിയിറക്കിയിരുന്നു. 2001 ജോൺ പോൾ II മാർപ്പാപ്പ ഒളോഡിമയറിനെയും ഫാദർ മൈക്കോള കോൺറാഡിനെയും രക്തസാക്ഷികളും വാഴ്ത്തപ്പെട്ടവരുമായി പ്രഖ്യാപിച്ചു.
വാഴ്ത്തപ്പെട്ട മൈക്കോള കോൺറാഡ് പ്രൊഫസറും പുരോഹിതനും 6 മക്കളുടെ പിതാവുമായിരുന്നു യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭാംഗമായിരുന്ന ഫാദർ മൈക്കോള കോൺറാഡ്. റോമിലായിരുന്നു തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചത്. 1899 വൈദികനായി. 1930 തിയോളജിക്കൽ അക്കാദമിയിൽ അധ്യാപകനായി. സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം ലീവിലെത്തിയപ്പോൾ ആ നഗരം വിട്ടൊഴിയാൻ മൈക്കോളയും കുടുംബവും നിർബന്ധിതരായി. വൈദികരൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകല്ലേ എന്ന ജനങ്ങളുടെ രോദനത്താൽ ആ ഗ്രാമത്തിൽ തങ്ങുവാൻ മൈക്കോളോ തീരുമാനിച്ചു. അങ്ങനെയാണ് മൈക്കോളയും ആരാധനാക്രമ സംഗീതജ്ഞനായിരുന്ന ഒളോഡിമയറും പരിചയപ്പെടുന്നത്. 1941 ജൂൺ 26 തൻ്റെ സുഹൃത്തിനൊപ്പം മൈക്കോളച്ചൻ രക്തസാക്ഷിയാകുന്നത്. വാഴ്ത്തപ്പെട്ട ക്ലെമന്റി ഷെപ്റ്റിറ്റ്സ്കി പോളണ്ടിൽ പഠിക്കുകയും ഓസ്ട്രിയൻ പാർലമെൻറ്റിൽ അംഗമാവുകയും ചെയ്ത ക്ലെമന്റി ഒരു സമർത്ഥനായ നിയമപണ്ഡിതനും രാഷ്ട്രീയക്കാരനുമായിരുന്നു. ലത്തീൻ കത്തോലിക്ക പാരമ്പര്യം അനുഷ്ഠിച്ചിരുന്ന ക്ലെമന്റി പിന്നീട് യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം പിന്തുടർന്നു. 43-ാം വയസ്സിൽ തൻ്റെ വക്കീൽ ജോലി ഉപേക്ഷിച്ച് യുക്രൈനിലെ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു. 1915 46-ാം വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി. 1944 അദ്ദേഹം ആശ്രമത്തിൻ്റെ തലവനായി. 2ാം ലോകമഹായുദ്ധ സമയത്ത് യഹൂദ ആൺകുട്ടികൾക്കായി ക്ലെമന്റി ആശ്രമം തുറന്നുകൊടുക്കുകയും ധാരാളം പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ക്ലെമന്റിൻ്റെ സഹോദരൻ ആൻഡ്രി ഷെപ്റ്റിറ്റ്സ്കി ലിവിലെ മെത്രാപ്പോലീത്തായും യുക്രൈൻ കത്തോലിക്ക സഭയുടെ തലവനും ആയിരുന്നു. യുക്രൈൻ ബുദ്ധിജീവികളെയും മതനേതാക്കളെയും പീഡിപ്പിക്കാനുള്ള യുദ്ധാനന്തര സോവിയറ്റ് ശ്രമത്തിൽ മെത്രാപ്പോലിത്തയെ വധിക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ ലിയോണും ഭാര്യയും ഈ ഗൂഢാലോചനയിൽ കൊല്ലപ്പെട്ടു. ക്ലെമന്റി ഷെപ്റ്റിറ്റ്സ്കിയെ 1947 അറസ്റ്റ് ചെയ്തു. റോമുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഒരു റഷ്യൻ ഓർത്തഡോക്സ് പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ സമ്മർദ്ദമുണ്ടായി. അതിന് വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തെ 8 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. 1951 റഷ്യയിലെ ഒരു ജയിലിൽ ക്ലെമന്റി അച്ഛൻ രക്തസാക്ഷിയായി മരിച്ചു. 2001 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട എമിലിയൻ കൊവാഹ് 6 മക്കളുടെ പിതാവായ ഒരു യുക്രൈൻ പുരോഹിതനായിരുന്നു എമിലിയൻ കൊവാഹ്. ലിവ്, റോം എന്നിവിടങ്ങളിൽ സെമിനാരിയിലെ പഠനങ്ങൾ പൂർത്തിയാക്കി 1911 പുരോഹിതനായി അഭിഷിക്തനായി. യുഗോസ്ലാവിയയിലുള്ള യുക്രൈൻ കുടിയേറ്റക്കാർക്കൊപ്പം ശുശ്രൂഷ ചെയ്തു. 1919 ബോൾഷെവിക്കുകളോട് യുദ്ധം ചെയ്യുന്ന യുക്രൈനിയൻ പട്ടാളക്കാർക്കുള്ള ചാപ്ലിനായി. 1922 യുക്രൈനിലെ പെരമിഷ്ലിയാനി എന്ന സ്ഥലത്ത് ഇടവക വൈദികനായി ജോലി ചെയ്യവേ എല്ലാ മതങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവരും അനാഥരുമായ കുട്ടികളെ തൻ്റെ വീട്ടിൽ അഭയം നൽകി അദ്ദേഹം സംരക്ഷിച്ചു പോകുന്നു. നാസികൾ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ ധാരാളം യഹൂദരെ എമിലിയാനച്ചൻ രക്ഷിച്ചു. യഹൂദരെ രക്ഷിക്കാൻ അവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നു എന്ന് അപവാദമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നാസി പട്ടാളം അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തിയെങ്കിലും എമിലിയൻ അവരെയൊക്കെ രക്ഷിക്കൽ തുടർന്നുകൊണ്ടിരുന്നു. 1942 ഡിസംബറിൽ നാസി രഹസ്യ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 1943 ഓഗസ്റ്റിൽ പോളണ്ടിലെ മജ്നാക് തടങ്കൽ പാളയത്തിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹം തടവുകാരെ ശുശ്രൂഷിക്കുകയും അവരുടെ കുമ്പസാരം കേൾക്കുകയും സാധ്യമാകുമ്പോഴെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 1944 മാർച്ച് മാസം 25 മജ്നാക്കിലെ ഗ്യാസ് ചേംബറിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. 1999 സെപ്റ്റംബർ 9 യുക്രൈനിലെ യഹൂദ കൗൺസിൽ എമിലിയാനച്ചനെ ഒരു നീതിമാനായ യുക്രൈനിയനായി അംഗീകരിച്ചു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെതിരെ യഹൂദരെ മാമോദിസ മുക്കി എന്നുള്ളത് ആരോപണം മാത്രമായിരുന്നു എന്നുള്ളതാണ്. 2001 ജൂൺ 27 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എമിലിയൻ കൊവാഹിനെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി. ഇന്ന്
ഉക്രൈനെതിരെ സോവിയറ്റ് ആക്രമണം അഴിച്ചുവിടുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കിരാത ഭരണത്തിനെതിരെ ചെറുത്തുനിന്ന കത്തോലിക്ക വിശ്വാസം കാത്തുസൂക്ഷിച്ച ഈ വിശുദ്ധർ നമുക്ക് മാതൃകയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.